മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെറിയൊരു ഓഫ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ പോകുന്നത് വേറെ ആരെയല്ല, ആരെയോ മമ്മിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് ദിവ്യ ബ്രിൻഡോനാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എനിക്കൊരു മേക്കപ്പ് ഉണ്ട് ദിവ്യയുടെ, അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. മമ്മിയുടെ ഫാനുമാണ്. അപ്പൊ മമ്മി ദിവ്യയുടെ ചാനൽ ഭയങ്കരമായിട്ട് കാണുന്ന ആളാട്ടോ എല്ലാവരും. അപ്പൊ ഇന്നപ്പോ എനിക്കൊരു മേക്കപ്പ് വന്നപ്പോ നമ്മളെല്ലാരും കൂടെ പോവാട്ടോ ദിവ്യനെ കാണാനായിട്ട്. സോ ദിവ്യയുടെ വീടും സ്ഥലങ്ങളും ദിവ്യനെ പറ്റിയൊക്കെ ഞാൻ ഈ വ്ളോഗിൽ കൂടെ കാണിക്കാം. ദിവ്യനെ എല്ലാരും അറിയുന്നതായിരിക്കും. ഒരു യൂട്യൂബർ ആണ്, അത്യാവശ്യം നല്ല ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ്. തൊടുപുഴക്കാർക്ക് എല്ലാവർക്കും മിക്കപ്പോഴും അറിയായിരിക്കും, നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ദിവ്യയുടെ മേക്കപ്പ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഷൂട്ടിന്. സോ എന്താണെങ്കിലും അവിടെ എത്തിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ദിവ്യയുടെ വീടെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സേ ഉള്ളൂ. സോ വീട്ടിൽ മുകളിൽ തന്നെയാണ് സ്റ്റുഡിയോ. സോ നമ്മൾ വന്നതിൻ്റെ പരിചയപ്പെടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഈ സ്റ്റുഡിയോയിലേക്ക് വന്നേക്കാണ്. സോ ഇത് അവരുടെ വീടിൻ്റെ മുകളിൽ തന്നെ സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് ദിവ്യയുടെ മേക്കപ്പ് സ്റ്റുഡിയോ. നല്ല അടിപൊളി സ്റ്റുഡിയോ കേട്ടോ. സോ നമ്മൾ ഫൈനലി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ടോപ്പും സ്കേർട്ടും ഇട്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിവ്യ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിരുന്നു, ബിക്കോസ് ഐ ഹാഡ് സ്ലെപ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ് ബിക്കോസ് ഓഫ് ബാക്ക് ടു ബാക്ക് ഷൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പർ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനായിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. പക്ഷെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇത്രയും നല്ലൊരു മേക്കപ്പ് ചെയ്തിട്ടില്ല. അത്രയ്ക്കും അടിപൊളി മേക്കപ്പാണ്. സോ എവറിബഡി, എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും, ഇഫ് യു ആർ ഹാവിങ് എനി അപ്കമിങ് ഇവൻറ്റ്സ് ഓർ എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, എന്തായാലും തൊടുപുഴയിലാണെങ്കിൽ അല്ലെങ്കിൽ ദിവ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ദിവ്യൻ്റെ കോൺടാക്ട് ചെയ്യുക. അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒരു ഓണം മേക്ക് ഓവർ ആണ് ചെയ്തേക്കുന്നത് ദിവ്യ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇഷ്ടത്തിന് ഓൾറെഡി സുന്ദരിയാണ്. കുറച്ചുകൂടെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും അപ്ഡേറ്റ്സ് അപ്പൊ കാണാം. ബൈ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷൂട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്ര അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ കപ്പിളുടെ ഒരു അഡ്വഞ്ചർ ഷൂട്ടാണ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയൊരു അഡ്വഞ്ചർ ഷൂട്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അടിപൊളി ലൊക്കേഷനാട്ടോ. നല്ലൊരു സീനിക് ബ്യൂട്ടിയും ഒക്കെ ഉള്ളൊരു സൂപ്പർ ലൊക്കേഷനാണ്. ഐ ഹോപ്പ് ഔട്ട്പുട്ട്സ് ഒക്കെ നന്നായിട്ട് വരുന്നു. ആൻഡ് മഴയുണ്ട്, നല്ല മഴയുണ്ട്. കാരണം ഇത് അത്രയും കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് മഴയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യു കെൻ സീ. ഇതാണ് പുറകിലത്തെ ഒരു സീനിക് ബ്യൂട്ടി. പറയാനേ, കുളത്തിൽ വീഴരുത്. ഒരാളുടെ അത്രയും പൊക്കം ഉണ്ടെന്ന് വെള്ളത്തിന്. അറിയോന്ന്? പക്ഷെ എനിക്കത് കണ്ടിട്ട് വളരെ പറയാ, നിങ്ങൾ ശരിക്കും ഒരു അഡ്വഞ്ചർ ഷൂട്ട് വീഴരുതേ. ഒരാളിന് മേലിൽ ഇതുണ്ടല്ലോ, താഴ്ചയുണ്ട്. ശരിക്കും അഡ്വഞ്ചർ. ഞാൻ പറയട്ടെ, ഇങ്ങനെ വെള്ളത്തിൽ വീണാ മുടിയെ പിടിച്ച് ഒരു ഷൂട്ടിന് വിളിക്കാണ്ടല്ലോ. അല്ല, ഞാൻ പറയട്ടെ, വെള്ളത്തിൽ വീണാ മുടിയിൽ പിടിച്ച് വലിച്ചാൽ മതി. പക്ഷെ ഇത് മുടിയെ പിടിച്ചാൽ എക്സ്റ്റൻഷൻ പറയാൻ പാടില്ല. അത് രസമല്ലേ? വേണ്ട 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 വേണ്ട. അതെ, ആ ചെരുപ്പ് ചിലപ്പോൾ സ്ലിപ്പാവും. ബൈ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നമ്മളുടെ ഹോം സ്റ്റേ, ഇത് ഉപ്പുകുന്ന് ഹോം സ്റ്റേ ആട്ടോ. അതായത് ദിവ്യയുടെയൊക്കെ പേജിലൊക്കെ ഉണ്ടാവും അവരുടെ സ്വന്തം ഹോം സ്റ്റേ ആണ്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരുടെ ഹോം സ്റ്റേ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. സോ ഇതാണ് നമ്മൾ ഇറങ്ങിയ എന്താ പറയുക ഇറക്കം. ഭയങ്കര അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഭയങ്കര സ്റ്റീപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇതിൽ പോയത്. പിന്നെ ഈ വണ്ടി ജിംനി ആയതുകൊണ്ട് തന്നെ അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടെയൊക്കെ വരാൻ പറ്റിയതെന്ന് തോന്നുന്നു. എനി വിച്ച് വേസ് ഒരു ഭയങ്കര അഡ്വഞ്ചർ ഷൂട്ടായിരുന്നു. ഫൈനലി വി റീച്ച്ഡ്. ഇതാണ് അടുത്ത വ്യൂ പോയിന്റ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത സ്പോട്ട്. ക്ലൈമറ്റ് ഇച്ചിരി നന്നായല്ലേ? ഇപ്പൊ നല്ലതായില്ലേ? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മമ്മി പോലെ സ്ലിപ്പാവും ചിലപ്പോ. ഇവിടെ ഒട്ടുമിക്ക മലയൊക്കെ കയറി നടന്നിട്ടുള്ള എന്റെ മമ്മിയുടെ വീട് നീലൂരാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, മനസ്സിലായി. ഒന്ന് താഴെ പോയാ കഥയൊന്നും ഇനി പറയാൻ പറ്റില്ല. ഇതാരാ? ഓ ഹലോ, ഹായ്. പേരുണ്ട് ഇങ്ങനെ. ഞാൻ പിടിച്ചോ അപ്പൊ എനിക്ക് ആക്ച്വലി ഞാൻ നടക്കണ കണ്ടിട്ട് മറ്റേ നട അന്നനട എന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഒരു ഡക്ക് വാക്ക് പോലെ ഉണ്ട് പുറകുന്ന് കാണുമ്പോൾ. അത് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാട്ടോ. നോക്കണേ ഇഷിതയുടെ ചെരുപ്പ് ചിലപ്പോ ഞാനിവിടെ നിക്കേണ്ടി വരും. അവിടെ പോയി നിന്നാലോ ആലോചിക്കണം. നിക്കാം, നിന്നിട്ട് എടുക്കാം. ഇത് കുറച്ച് താഴെട്ടാണ്, അതുകൊണ്ട് ഇത് വൃത്തിയോടൊന്നും വെക്കുന്നതല്ല, ജസ്റ്റ് പൂവാണിത്. അതെ, ഇത് നമ്മൾ പൂവിടുന്നതാണ്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്, പ്ലാസ്റ്റിക് അല്ല. അതെ, പ്ലാസ്റ്റിക് അല്ലാത്ത സാധനം ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മൾ ലെറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഇവരുടെ ഫാം ഹൗസ്, ഈ ഉപ്പുകുന്ന് ഫാം സ്റ്റേൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വ്യൂ. ഇത് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്ന് എന്തോ ആണ് പറയുന്നത്. അടുത്ത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഫാം സ്റ്റേന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ഈ വ്യൂ കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഈ വ്യൂ അടിപൊളി എന്ന് പറഞ്ഞതിനെ ബിലിറ്റിൽ ചെയ്യുന്നില്ല. ബിയോണ്ട് ദാറ്റ്, അതൊക്കെ മേലെയാണ് വ്യൂ. ഇതെല്ലാവരും ഒരു പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത്ര അടിപൊളിയാണ്. പക്ഷേ റിസ്ക് ഫാക്ടർ ഉണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്തി. അപ്പോൾ വീടെത്തിയപ്പോൾ മമ്മി ഒരു സർപ്രൈസ് ദിവ്യയ്ക്ക് കൊടുക്കുകയാണ്. മമ്മി ഓൾറെഡി തയ്ച്ച് വെച്ച ദിവ്യയുടെ മോൾക്കുള്ളൊരു ഡ്രസ്സ് ദിവ്യയ്ക്ക് കൊടുക്കുകയാണ്. മോൾ ഇവിടെ ഇല്ല, പക്ഷേ ദിവ്യയ്ക്ക് കൊടുക്കുകയാണ്. ദിവ്യ ഇപ്പോൾ മോളുടെ അടുത്തേക്ക് പോവുകയാണ്. നമുക്കത് മേക്കപ്പ് ചെയ്യാനായിട്ട് കൊളാബിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ്. സോ മമ്മി അത് കാണിച്ചൊക്കെ കൊടുക്കുകയാണ്, ഇതെങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് മമ്മി ഒരു 2 ഓണം തീംഡ് കുറച്ച് ഡ്രസ്സുകളൊക്കെ ദിവ്യയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അതെല്ലാം. സോ എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. വിത്ത് ഗോഡ്സ് ഗ്രേസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയി. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. അടിപൊളി, താങ്ക് യു.